സംഗൃത പമകരി തങ്കതങ്കദാതി ഗണദിങ്കട ദിമികട മേളം തക സംസരി തക്കടയക്ക ദന്തിങ്ങാണ ദിന്തിൻ്റെ അണവനിട്ട പരിപ്പം മിന്നുന്നേ ആണാപേടുമേടെ സുത്ത കാമാനീ ബത്ത വട്ടത്തിരുമുട തൊട്ടത്തിരണം തകജഗജം. തൃശ്ശൂരിൽ കലാമാമാങ്കം പൊടി പൊടിക്കുകയാണ് കേട്ടോ. നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് മാഡം ക്യൂറി മർച്ചന്റ് നേവി എൻട്രൻസ് അക്കാദമിയിലെ കുറച്ച് ജീവനക്കാരും അവിടുത്തെ വിദ്യാർത്ഥികളുമാണ്. നമുക്ക് ഇവരുടെ കലോത്സവമൊക്കെ എങ്ങനെയുണ്ടെന്ന കാര്യം മറ്റു ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. സാറുടെ പേര്? ടോണി. സാർ ഈ സ്ഥാപനത്തിൻ്റെ? ഞാൻ മാനേജിംഗ് ഡയറക്ടറാണ്. എല്ലാവരും കലോത്സവം കാണാനും മറ്റൊക്കെ ആയിട്ട് വന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് കലോത്സവമൊക്കെ? മനോഹരമായി പോകുന്നു. ഞാൻ ഈ സംസാരിക്കുമ്പോൾ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ചിരിയുണ്ട്. അപ്പം നമുക്ക് അവരെയും കൂടി ഒന്ന് ചോദിച്ചെടുത്ത് പോവാല്ലേ? തീർച്ചയായിട്ടും. ഈ മാഡമാണ് നന്നായി ചിരിച്ചത്, അപ്പോൾ അവരോട് ചോദിക്കാം അല്ലേ? മാഡം കലോത്സവം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ കലാകാരന്മാരും കലാകാരികളൊക്കെ ആണോ ഇതില്? അപ്പൊ അത്യാവശ്യം എന്ന് പറഞ്ഞ ആളെ കൊണ്ട് നമുക്കൊരു കലാപ്രകടനം നടത്തിക്കാം അല്ലേ? അല്ലേ സാറേ? അല്ലേ? അപ്പോൾ ഒരു മാഡത്തിന്റെ പേര്? എൻ്റെ പേര് പ്രീത. എന്താ പാട്ടാണോ? എന്താണ്? അയ്യോ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇവരൊക്കെ നിങ്ങളെ പാരവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നാടൻ പാട്ടായാലോ? അപ്പോൾ ഒരു ചെറിയ പാട്ട് എന്നാ ഇവരോട്? ശരി, എന്നാ നമുക്ക് ഇവരുടെ നിന്ന് തുടങ്ങാം കേട്ടോ. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേതോ ഒരു സുന്ദരിയാടി, അരയാറിൻ മണിയാദ്യം നുള്ളി അരമണിക്കിങ്ങിണി കരിവളമിനിക്ക് കൊഞ്ചു. ചെണ്ടുമല്ലികപ്പൂ കണ്ട ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, ടീച്ചർമാരാണെങ്കിലും നല്ല കലാഹൃദയമുള്ളവരാണ്. നമുക്ക് വിദ്യാർത്ഥികളുടെ അടുത്തേക്കും കൂടി ഒന്ന് പോകണം. അപ്പോൾ വിദ്യാർത്ഥികളിൽ ആരെങ്കിലും നന്നായി പാട്ട് അങ്ങനെയൊക്കെ പാടുന്നവരുണ്ടോ? ഉണ്ടോ? നിങ്ങളൊക്കെ ഷിപ്പിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നവരല്ലേ? അപ്പോൾ കുറച്ച് കലാഹൃദയമൊക്കെ ആവാം അല്ലേ? എന്തായാലും നമ്മൾ ഷിപ്പിലൊക്കെ കടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പരിസരത്തൊക്കെ മാറ്റണ്ടേ? നമുക്ക് വേണ്ടേ അല്ലേ സാറേ? മാറ്റണ്ടേ? അപ്പോൾ തീർച്ചയായും സാറ്, അപ്പോൾ സാറിനെ പഠിച്ചാലോ നമുക്ക്? ആണോ സാറേ? പിള്ളേരെ മനസ്സിലായില്ലേ ഇപ്പോൾ? അപ്പോൾ എന്തായാലും ടോണി സാർ ഒരു പാട്ട് പാടാം അല്ലേ? വരികൾ ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പഴയ യുവജനോത്സവ കാലത്തെ അനുഭവം തന്നെ. 5 പരിപാടിയിലും പങ്കെടുക്കും, 5ലും തോൽക്കും. ഇന്നേ വരെ ഞാനൊരു സമ്മാനം മേടിച്ചിട്ടില്ല. പക്ഷേ ടീച്ചേഴ്സ് പറയും 5ൽ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ല എന്ന്. മാക്സിമമാണ് 5. പിന്നെ മാക്സിമം ഇനി ഒരു 3 എണ്ണം കൂടി ഗ്രൂപ്പ് ഐറ്റത്തിന് വേണ്ടി പങ്കെടുക്കാമെന്ന് പറയും. അങ്ങനെ 8 ഐറ്റത്തിലും പങ്കെടുക്കും. ഇന്നേ വരെ പ്രൈസ് മേടിച്ചിട്ടില്ല. ആ പാട്ട് തന്നെ ഞാനിവിടെ തുടങ്ങും. സംഗൃത പമകരി തങ്കതങ്കദാതി ഗണദിങ്കട ദിമികട മേളം തക സംസരി തക്കടയക്ക ദന്തിങ്ങാണ ദിന്തിൻ്റെ അണവനിട്ട പരിപ്പം മിന്നുന്നേ ആണാപേടുമേടെ സുത്ത കാമാനീ ബത്ത വട്ടത്തിരുമുട തൊട്ടത്തിരണം തകജഗജം. സംഗൃത പമകരി തങ്കതങ്കദാതി ഗണദിങ്കട ദിമികട മേളം തക സംസരി തക്കടയക്ക ദന്തിങ്ങാണ ദിന്തിൻ്റെ അണവനിട്ട പരിപ്പം മിന്നുന്നേ. അതെ കേട്ടോ, സാറടക്കം പാടി കേട്ടോ. അപ്പം ഇനി പിള്ളേർ വെറുതെ ഇരിക്കാൻ പാടോ? ഇല്ലല്ലോ. അപ്പോൾ ആരാണ് അടുത്തത്? ആരാണ്? കമോൺ, ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങോട്ട് എടുക്കണ്ടേ? നമ്മളൊരു ആഘോഷിക്കുന്ന ഒരു സ്ഥലമല്ലേ അല്ലേ? ആരാണ്? ഹരീനെ കണ്ടറിയാട്ടോ, നല്ല മുഖശ്രീ ഉള്ളതാണ് അല്ലേ? ഞാൻ അറിഞ്ഞിട്ടുള്ള പാടിയത് കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി, അന്തിക്കള്ളും കാലത്ത് ഞാൻ ഇടങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം, പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. വെമ്പനാട്ടുകായൽ തിരകൾ തുടിക്കുന്നു തകതിമി തകതിമി, അമ്പിളിച്ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമി തകതി. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി, അന്തിക്കള്ളും കാവത്തി ഞാൻ ഇടം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അടിപൊളി 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 കേട്ടോ. അപ്പോൾ നമ്മൾ സാറേ ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ഇത്രയും പേരുണ്ട്. അപ്പോൾ നമ്മൾ
എല്ലാവരും ഇപ്പോൾ എങ്ങനെയാണ് ഇതൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ? ഇവരൊക്കെ +2 കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞൊരു വർഷമായിട്ട് മേടങ്കൂർ എൻട്രൻസ് അക്കാഡമിയിൽ IMCT എൻട്രൻസിന് വേണ്ടി കോച്ചിങ് നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഈ വർഷം ഇതിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല. പക്ഷേ എന്താണെങ്കിലും പങ്കെടുത്ത അനുഭവങ്ങളും അല്ലെങ്കിൽ മറ്റേ മുമ്പ് കണ്ട അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കുറച്ച് സമയം ഈ പഠനത്തിൻ്റെ വലിയ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് എൻട്രൻസിലേക്ക് തന്നെ കടന്നു പോകും. ഈ കലോത്സവ അനുഭവങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? മാഷിമാരാണ് സംസാരിക്കാത്തത് കേട്ടോ. അനുഭവങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? കുട്ടികൾ കലോത്സവ അനുഭവങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? പങ്കെടുത്തിട്ടില്ല കലോത്സവത്തിലൊന്നും? ഇല്ല? ഓക്കെ. അപ്പോൾ എന്തായാലും ഉഷാറാണ് കേട്ടോ. മാഡം ക്യൂറി മർച്ചൻ്റ് നേവി അക്കാദമിയിലെ കുട്ടികൾ, ജീവനക്കാർ, അവർ ഗംഭീരമാണ്. നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും വലിയ വലിയ ആൾക്കാരാണെന്നൊന്നും അല്ല കേട്ടോ. നല്ല കലാകാരന്മാരാണ് കേട്ടോ എല്ലാവരും. ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും വീഡിയോ പേഴ്സൺ തേജസിനൊപ്പം GR വെങ്കടേശ്വരൻ ഇൻ റിപ്പോർട്ടർ.